ഹലോ, അപ്പം നമ്മൾ വീണ്ടും കുറച്ച് പർച്ചേസിങ് സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാനും അമ്മയും കൂടി പുറത്ത് പോവാണ്. ഷാരു ഇവിടെ കമോൺ, ഹൈ പറമ്മ. അമ്മയ്ക്ക് കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. അമ്മ ഭയങ്കര പാവാണ്. പാവൊന്നുമല്ല കേട്ടോ, ഉറങ്ങുമ്പോ പാവം. ചുരിദാറൊന്നും ഇടില്ല കേട്ടോ. ഞാൻ ഈ സാരി തന്നെയാണ് എപ്പോഴും, ഈ വേഷം തന്നെയാണ്. പണ്ടേ മുതൽക്ക് ഇങ്ങനെയാണ്. എനിക്ക് തന്നെ മതി കേട്ടോ. ഞാൻ പഴയ പോലെയാണ്. ആണോ? പഴയ പോലെയുള്ള ആൾ അതിൽ പോയിട്ടുണ്ട്. മറ്റേ അച്ചടി ഭാഷ പറഞ്ഞ പോലെ ഞാൻ സാരി ഒന്നും എടുക്കില്ല കേട്ടോ. ഞാൻ ചുരിദാർ ഇടും. ചുരിദാർ ഇടില്ല കേട്ടോ, സാരി മാത്രം എടുക്കും. അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം അമ്മേ. ഓക്കെ പറ. അമ്മ ചൂടത്തിയാണോ ഒന്ന് ആൾക്കാര്? അമ്മ ദേഷ്യത്തിലാണോ? അങ്ങനെ ചിരിക്കില്ലല്ലോ ഒന്ന്. ചിരിക്കാറില്ല. ചിരിച്ചേ. ഇതാണ് കേട്ടോ അമ്മയുടെ നിഷ്കളങ്കമായി ചിരി. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. ചേച്ചി കൊറേ ഇതാക്കുന്നുണ്ട് എന്നെ അമ്മേനെ. വ്ളോഗ് സാരി എടുക്കുന്നു പറഞ്ഞിട്ടാ. നമ്പർ അടിക്കും പറഞ്ഞു. ശരിയായിട്ട് ചാരതാ തരാൻ വേണ്ടി ഇത്തിട്ട് തരാന്ന്. സാരി എടുത്ത് ഒരാൾ തളർന്ന് ലാസ്റ്റ് അമ്മ സാരി എടുത്തു കഴിച്ചു. ഈ കളർ കണ്ടില്ലേ? സാരി എടുത്ത് അവസാനം എന്താ ബ്ലൗസിലേക്ക് എത്തിയിട്ടുണ്ട് ശാരദ. എന്താ ശാരദ ഇങ്ങനെ വേണ്ടാട്ടെന്ന് പാവാടയുടെ കോല വെച്ചിട്ട് എടുക്കും എന്റെ സാരി. അമ്മ ഇഷ്ടപ്പെട്ടോ സാരി? അമ്മ നോക്ക്, ഇഷ്ടപ്പെട്ടോ? ഓ, ഇപ്പൊ നിഷ്കളങ്കമായി ഇത്. സാരി നോക്കുമ്പോ എന്തായിരുന്നു? പക്ഷെ ഒരു ചായ മാറി പോലെ അവിടത്തെക്കാട്ടിലും വെച്ചിട്ട് ഒരു നോക്കട്ടെ, സുന്ദരിയാണോ നോക്കട്ടെ. ഓ നോക്കട്ടെ, ഭംഗിണ്ടേ ചേച്ചി? അമ്മേ പൊങ്ങി അവിടെ എത്തിയതേ. തലടിച്ചേ. ഭംഗിണ്ട്. അമ്മ പൊങ്ങി അമേരിക്ക എത്തിണ്ട്. എന്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാളെ ഇടാനുള്ള പൂക്കളൊക്കെ വാങ്ങി നമ്മൾ ഇനി കുറച്ച് കായവർത്തും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പൊ ഇനി പോവാം. അപ്പൊ നമ്മള് കായവറുത്ത് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഹായ്, ഹലോ. എവിടെ വരെ ഈ ഓണമൊക്കെ? ഓണം ഹാപ്പി ഓണം. അടുത്ത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വെളിച്ചിലേനാട്ടോ നമ്മൾ ഇവിടെ വറക്കുന്നത്. സൂപ്പർ. ഒരാളിത് അവിടെ നിൽക്കുന്നു കണ്ടോ? അടിപൊളിയായിട്ട് നല്ല മുണക്ക് വരുന്നുണ്ട് കായവർത്തിൻ്റെ. എന്തുട്ടം എടുക്കണ പുളിയാ? എന്തിനാ? സാമ്പാറിന്. അതിലേക്ക് അത്യാവശ്യം മുളക് 50 രൂപ. 50 രൂപ എന്നിട്ട്. പക്ഷെ ആരും ഇട്ടിരിക്കുന്നു. കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ. കേബേജോ? നാളേക്ക് ഓണൊക്കെ അല്ലേ, കുറച്ച് ഉപ്പേരിയും സാധനങ്ങളൊക്കെ വയ്ക്കണ്ടേ അല്ലേ അമ്മ? വിഷു ഞാൻ ബിഗ് ബോസിലായിരുന്നു, പക്ഷേ ഇത് ഞാൻ പൊളിക്കില്ല. അപ്പം നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. വയ്യാണ്ടായിട്ട് ക്ഷീണിച്ചു. നല്ല ബ്ലോക്കാണ് തൃശ്ശൂരൊക്കെ, അസൽ ബ്ലോക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ഈ കട മൊത്തം ഞാൻ കാണിച്ചിട്ട് അതേ കടയാണ്. 54 വെട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ എല്ലാ പർച്ചേസിംഗ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എന്ത് വാങ്ങാൻ വന്നു? മുരളിയേട്ടാ പാല് വാങ്ങാൻ വന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത കട കേട്ടോ. എന്റെ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറയാ ചേട്ടാ. ഓക്കെ എന്നാ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഗുഡ് ബോയ്. നമ്മൾ പാലൊക്കെ മേടിച്ചു. നമ്മൾ ഇതാണ് നമ്മുടെ മുരളി ചേട്ടൻ കേട്ടോ. നമ്മൾ ഉപ്പ് സോഡ വേണം ചേട്ടൻ. എങ്ങനെ? എന്നെ കൊണ്ട് പറയിപ്പിക്കാനേ. അപ്പോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറ. ലവ് യു ഓൾ എന്ന് പറ. ബൈ പറ. ബൈ. സോഡ എത്തി, പാലും വീടാണ് സാരത്തോടെ. നല്ല സോഡ കേട്ടോ. ചേച്ചി കുറെ പേര് ചേച്ചിനെ കാണിക്കണം ഹായ് പറടി. ഞാനിടും. നിന്റെ വലിയ ചാടയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിനെ കാണിക്കണം.
ചേച്ചിനെ കാണിക്കണം മേക്കപ്പ് ഇടാത്തോണ്ടാണ് നമ്മൾ ഒളിച്ചു നിൽക്കുന്നത്. പറയടി എല്ലാരും കൂട്ടിട്ട് പോണ ഇവളെ ഭർത്താവ് രാഹുൽ ചേട്ടൻ ഷർട്ട് ഇടാൻ നിൽക്കണം. അപ്പോ എന്റെ വ്ളോഗിൽ വരില്ല എന്ന് പറഞ്ഞു. എന്റെ വ്ളോഗ് 5K ആവാറായി 5K ആവാറായി ഗായ്സ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം. പറ 5K ആകുമ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനൊക്കെ 5000 വെച്ച് കൊടുക്കുന്നതാണ് ഗൈസ്. ബൈ. അപ്പോ ബൈ ബൈ പൊടി. ഉള്ള വണ്ടി ഇതാണ്, ഇതെന്റെ വണ്ടി ഗൈസ്. ഗൈസ് ഗൈസ് ഉന്തി കൊണ്ടുപോ. എന്റെ വണ്ടി വെക്കുന്നിടത്ത് ഉള്ള വണ്ടി വെച്ചിരിക്കുക.